സമദാനി സാഹിബ് ഈ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. വേദി നിറഞ്ഞിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കളെ, സമാദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർകളെ, ബഹുമാന്യരായ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, കോഴിക്കോട് കടപ്പുറം പല ചരിത്ര സന്ദർഭങ്ങൾക്കും സാക്ഷിയായിട്ടുള്ള ചരിത്രപ്രധാനമായ മണ്ണാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ ധീരദേശാഭിമാനികളുടെ മുഖത്ത് പോലീസ് ബൂട്ടിട്ട് ചവിട്ടിയത് ഈ കടപ്പുറത്താണ്. ബൂട്ടിട്ട് ചവിട്ടിയപ്പോൾ അവരാ ചവിട്ട് കൊണ്ടത് മതേതരത്വമുള്ള ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള അത്യാവേശം കൊണ്ടും അത്യാഗ്രഹം കൊണ്ടുമായിരുന്നു. എന്നാൽ ആ കോഴിക്കോട് കടപ്പുറം ഇന്ന് വൈകുന്നേരം ദർശിച്ചത് അനന്യ അസാധാരണമായ ഒരു ചരിത്ര സംഭവമാണ്. ഹരിയാനയിലെ ഒരു ചെറുപ്പക്കാരന്റെ കുടുംബത്തിലെ അംഗങ്ങൾ, ജുനൈദിന്റെ കുടുംബാംഗങ്ങൾ ഇന്ന് എങ്ങനെയാണ് കോഴിക്കോട്ട് കടപ്പുറത്ത് എത്തിയത് എന്നത് നമ്മെ ഏവരെയും ചിന്തിപ്പിക്കുകയാണ്. ജുനൈദിന്റെ കുടുംബാംഗമായ സഹോദരൻ ഇവിടെ സംസാരിച്ചത് പെരുന്നാളിന്റെ പുത്തൻ പുടവയെക്കുറിച്ചായിരുന്നു. അർത്ഥവത്തായ വാക്കുകൾ എന്റെ പ്രിയ സഹോദരങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉമ്മ, നിങ്ങളെന്നെ പറഞ്ഞയച്ചത് പെരുന്നാളിന്റെ പുടവ വാങ്ങാനായിരുന്നു. പക്ഷേ ശത്രുതയുടെയും വിദ്വേഷത്തിന്റെയും ആളുകൾ എന്നെ പറഞ്ഞയച്ചത് പുത്തനുടുപ്പണിഞ്ഞ സ്വർഗലോകത്തേക്കായിരുന്നു. ഈ പുത്തനുടുപ്പുമായി സ്വർഗലോകത്ത് കഴിയുമ്പോൾ എനിക്കൊരേ ഒരു വിഷമമുള്ളത്, ഉമ്മാക്ക് ഈ പെരുന്നാളിന് പുത്തനുടുപ്പുകൾ വാങ്ങിത്തരാൻ ആരാണുണ്ടായത് എന്ന അർത്ഥവത്തായ കവിത, കാവ്യശകലം ജന്തർ മന്ദറിലും ഈ ചെറുപ്പക്കാരൻ അവിടെ നടന്ന ഒരു പ്രതിഷേധ സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു കവിത ആലപിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ഈ ഘനീഭവിച്ച ദുഃഖം അഭിവന്ദനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മന്ത്രധ്വനിയുള്ള വാക്കുകൾ കേട്ട് ആകാശം പോലും ദുഃഖം പൊഴിച്ചു നിൽക്കുന്ന, ഇടക്കൊന്ന് മഴ പെയ്ത് പിന്നെ മഴ പോലും മാറി നിന്നിട്ടുള്ള പ്രാർത്ഥനയുടെ സദസ്സാണിത് എന്നെനിക്ക് തോന്നുന്നു. ഈ പ്രാർത്ഥനയുടെ സദസ്സ് ഒരിക്കലും വിഫലമാവുകയില്ല. പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തിരുവചനമുണ്ട്. അത് എല്ലാവർക്കും ബാധകമാണ്. മതജാതി സാമുദായിക സാമൂഹിക വ്യത്യാസങ്ങൾക്ക് അതീതമായി മാനവരാശിക്ക് പഠിക്കാനുള്ള ഒരു പാഠം അതിലടങ്ങിയിട്ടുണ്ട്. പുണ്യനബി തിരുമേനി പറയുകയാണ്, നിങ്ങൾ മർദ്ദിതന്റെ പ്രാർത്ഥനയെ പേടിക്കണം എന്ന്. മർദ്ദിതന്റെ പ്രാർത്ഥനയെ പേടിക്കണം. മർദ്ദിതന്റെ പ്രാർത്ഥനയ്ക്കും ദൈവത്തിനുമിടയിൽ മറയില്ല എന്നാണ് അടുത്ത വാചകം. ഇതൊരു സമുദായത്തെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളതല്ല. ഇത് ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ ഓർമ്മപ്പെടുത്തിയ ചരിത്രത്തിലെ ഒട്ടേറെ മർദ്ദക, ഏകാധിപത്യ, അധീശാധികാര പ്രവണതകൾക്കെതിരായ ദൈവദൂതരുടെ താക്കീതാണ്, മർദ്ദിതന്റെ പ്രാർത്ഥനയെ പേടിച്ചുകൊള്ളൂ എന്ന്. അതുകൊണ്ട് കോഴിക്കോട്ട് കടപ്പുറത്ത് ആദരണീയനായ തങ്ങളുടെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് അധ്യക്ഷം വഹിച്ച് നടക്കുന്ന ഈ സമ്മേളനം, ജുനൈദിന്റെ കുടുംബാംഗങ്ങൾ പങ്കെടുത്ത ഈ ഒരു അടക്കിപ്പിടിച്ച മൗനത്തിന്റെ ഈ ഒരു മുഹൂർത്തം, വാക്കുകൾ മൗനത്തിന് വഴിമാറിക്കൊടുക്കുന്ന ഈ സന്ദർഭം പുതിയ ഒരു കൊടുങ്കാറ്റിന്റെ തുടക്കമാണ് എന്ന് മനസ്സിലാക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിക്കുമെങ്കിൽ അത് അവർക്ക് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ചരിത്രം ചിലരെ പാഠം പഠിപ്പിക്കുന്നത്
ക്രമേണയാണ്, പതുക്കെയാണ്. പക്ഷെ ചരിത്രത്തിന് ചില നീതിബോധങ്ങളുണ്ട്. അതിനെ പോയറ്റിക് ജസ്റ്റിസ് എന്ന് പറയും, കാവ്യനീതി എന്ന്. പോയറ്റിക് ജസ്റ്റിസ്, കാവ്യനീതി. ചരിത്രത്തിന്റെ കാവ്യനീതിയാണ് ചിലരെ കാത്തിരിക്കുന്നത്. അവർ തലകുത്തി മറിയുന്നത്, തലകുത്തി മറിഞ്ഞ് കിഴുക്കാന്തൂക്കായി വീഴുന്നത് ഒരുപക്ഷെ ഈ മർദ്ദിതരുടെ ദീർഘനിശ്വാസത്തിലായിരിക്കും. ഇന്ത്യ എത്ര ഉന്നതമായ ഒരു രാജ്യമാണ്. ഇവിടുത്തെ രണ്ട് സമുദായങ്ങൾക്കിടയിൽ ഒരു ചെറിയ കലഹമുണ്ടായപ്പോൾ ഈ നാട്ടിൽ മുമ്പൊരു മഹാനായ മനുഷ്യൻ, ഈ നാടിന്റെ പുത്രൻ, നോമ്പ് തുടങ്ങി. ഉപവാസമാണ് തുടങ്ങിയത്. നോമ്പ് തുടങ്ങിയിട്ട് ആ മനുഷ്യൻ കുറിച്ചു വെച്ചു, ഞാൻ എന്റെ കണ്ണിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുന്ന പ്രവാചക തിരുമേനിയെ കാണുകയാണ്. ഐ സീ ബിഫോർ മൈ ഐസ് ദ പ്രോഫറ്റ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയിങ്. എന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ കാണുന്നു നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രവാചകനെ. ഞാനും നോമ്പെടുക്കും. ഞാൻ നോമ്പെടുത്ത് ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും പറയും, നിങ്ങൾ തെമ്മാടിത്തത്തെ തോൽപ്പിക്കണമെന്ന്. ഹൂളിഗാനിസം എന്ന വാക്കാണ് അദ്ദേഹം പ്രയോഗിച്ചത്. തെമ്മാടിത്തത്തെ തോൽപ്പിക്കാൻ നിങ്ങളും നോമ്പെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും ഞാൻ ആവശ്യപ്പെടുമെന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ പേരാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഞാൻ എന്റെ കണ്ണിന്റെ മുമ്പിൽ പ്രവാചക തിരുമേനിയെ കാണുന്നുവെന്ന് എഴുതി വെച്ച ഗാന്ധിജിയുടെ നാടാണ് ഇന്ത്യ. ആ ഗാന്ധിജിയെ നൊന്ത് പെറ്റതും ഗുജറാത്താണ്. ആ ഗാന്ധിജി ജനിച്ച നാട്ടിൽ, അഹിംസയ്ക്ക് ഹിമാലയത്തോളം പ്രായമുണ്ടെന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ നാട്ടിൽ, ആരോടും ഹിംസ അരുത് എന്ന് പറഞ്ഞ ഒരു നാട്ടിലാണോ മൃഗങ്ങളുടെ രക്തത്തിന്റെ പേര് പറഞ്ഞ് ഇന്ന് മനുഷ്യരുടെ രക്തം തെരുവിലൂടെ ഒഴുക്കുന്നത്? ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജുനൈദിന്റെ സഹോദരൻ ചോദിച്ചു പെഹലൂഖാന്റെ കാര്യം. പെഹലൂഖാൻ അങ്ങാടിയിൽ നിന്ന് പശുവിനെ വാങ്ങിപ്പോയത് എല്ലാ രേഖകളോടും കൂടിയായിരുന്നു. അദ്ദേഹം ജാർഖണ്ഡിലെ ഒരു കർഷകനായിരുന്നു. രേഖകളോടുകൂടി പശുവിനെ കൃഷിക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോഴാണ് പെഹലൂഖാൻ എന്ന ജാർഖണ്ഡുകാരനെ രാജസ്ഥാനിൽ വെച്ച് അടിച്ചു കൊന്നത്. എത്ര കാലം നിങ്ങളിത് തുടരും? ആരാണ് അടുത്തയര? ഈ തേർ വാഴ്ചക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കും? അതൊക്കെ ചോദിക്കുന്ന കനപ്പെട്ട ഒരു സന്ധ്യയാണിത്. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. പറയേണ്ട വാക്കുകളൊക്കെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഇവിടെ വേണ്ട പോലെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നാളെ ഉണ്ടാകാൻ പോകുന്ന സുപ്രഭാതത്തെ പറ്റിയുള്ള പ്രത്യാശയോടെയാണ് കോഴിക്കോട്ട് കടപ്പുറത്തെ ഈ യോഗം പിരിയുന്നത്. ഒരിക്കലും ദുഃഖത്തോടെയല്ല. ലോകത്തെപ്പോഴും സൂര്യൻ ഉദിച്ചിട്ടുള്ളത് അർദ്ധരാത്രിയുടെ ഗർഭത്തിൽ നിന്നാണ് എന്നുള്ളത് നിങ്ങൾ മറക്കേണ്ടതില്ല. രാത്രിയുടെ കൂരിരുട്ടിന്റെ ഗർഭം ആഫ്താബ് താസ പൈദാബത്തിലെ ഗീതി സഹുവ. ഭൂമിയുടെ ഗർഭത്തിൽ നിന്ന് പുതിയൊരു സൂര്യൻ ഉദിച്ചുയരും. ഭൂമിയുടെ ഗർഭത്തിൽ നിന്നൊരു പുതിയ മതേതര സൂര്യൻ ഇന്ത്യയിൽ ഉദിച്ചുവരിക തന്നെ ചെയ്യും. ആസ്മാൻ ഡൂബേ ഹുവേ താരോം കമാത്തം കബ് തക്. അങ്ങനെ ഒരു സൂര്യൻ ഉദിച്ചു വരുമ്പോൾ മിന്നിമറഞ്ഞ നക്ഷത്രങ്ങളെ ഓർത്ത് ഒരാകാശവും വിലപിക്കുകയില്ല എന്നാണ് കവി അടുത്ത വാക്കിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു സൂര്യൻ ഉദിക്കുമ്പോ ചില പൊലിമയുള്ള വർണ്ണശബളിമയാർന്ന കൃത്രിമ താരകങ്ങൾ അസ്തമിക്കുക തന്നെ ചെയ്യും. ആ അസ്തമയത്തിന് ചരിത്രം കാത്തുനിൽക്കുകയാണ്. ഒരുപക്ഷേ ആ അസ്തമയത്തിന് നേതൃത്വം കൊടുക്കാനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇത്ര സുശക്തമായി, ഇത്ര സുസജ്ജമായി എഴുന്നേറ്റിട്ടുള്ളത്. ലീഗ് അവസരം വരുമ്പോൾ ഉണരുകയും ഉണർത്തുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ്. ഞാനിപ്പോൾ ഓർക്കുന്നത്, കോഴിക്കോട്ട് കടപ്പുറത്ത് ഇതുപോലെ ഒരു സമ്മേളനം മുമ്പ് ചേർന്നിരുന്നു. ഒരു ചെറിയ വ്യത്യാസം. ഇന്ന് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ ഇരുന്ന കസേരയിൽ അന്നൊരു പ്രകാശധാവല്യത്തിന്റെ മൂർത്തിരൂപമായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇരുന്നിരുന്നു. മുലായം സിംഗ് യാദവിനെ കോഴിക്കോട്ട് ലീഗ് കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയായിരുന്നു. ഓർക്കണം, മുലായം സിംഗ് യാദവും ലീഗും തമ്മിൽ എന്ത് ബന്ധം? ഇന്ത്യയിൽ ഒരു മതേതര ചേരി ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ കണ്ണിൽ കണ്ട മതേതരവാദികളെ മുഴുവൻ കൂട്ടുപിടിച്ച് ലീഗ് അതിന് നേതൃത്വം കൊടുക്കുമെന്ന് വിളംബരം ചെയ്ത് കോഴിക്കോട്ടേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ക്ഷണം സ്വീകരിച്ചു വന്ന് മുലായം വന്നു.
അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയ ഒരാളാണ് ഈ നിൽക്കുന്നത്. അതിൽ പങ്കെടുത്ത മുസ്ലിം ലീഗിന്റെ നേതാക്കളാണ് ഇവിടെയുള്ളത്. വേണ്ടി വന്നാൽ അങ്ങനെയുള്ള ഒരു മതേതര ചേരി ഇനിയും ഇന്ത്യയിൽ പടുത്തുയർത്താൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അതേ നേതൃത്വത്തിൽ സാധിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ശങ്ക വേണ്ടതില്ല. ലീഗ് അതിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ലീഗ് ഒറ്റക്കല്ല, ഇതൊന്നും ഒറ്റക്ക് ചെയ്യേണ്ട കാര്യമേ അല്ല. ഇന്ത്യയിലെ മതേതരവാദികൾ ഉണരണം. ഇന്ത്യയിലെ മതേതരവാദികൾ ഉറക്കം അവസാനിപ്പിക്കണം, നിദ്ര വെടിയണം, മനുഷ്യത്വത്തിന് വേണ്ടി ഒരു പുതിയ കൂട്ടായ്മ പണിയണം. നാളെ ഒരു ജുനൈദ് ഉണ്ടാകാതിരിക്കാൻ, നാളെ മാധ്യമങ്ങളിൽ അങ്ങനെ ഒരു വാർത്ത നിറയാതിരിക്കാൻ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ പെരുന്നാൾ പുടവ വാങ്ങാൻ അങ്ങാടിക്ക് പറഞ്ഞയച്ച് കാത്തിരിക്കുന്ന ഒരു മുസ്ലിം മാതാവ് മാത്രമല്ല, ഒരാഘോഷവേളയിൽ വിഷു വരട്ടെ, ഓണം വരട്ടെ, ഹോളി വരട്ടെ, ക്രിസ്മസ് വരട്ടെ, ഒരു മാതാവും കുഞ്ഞിനെ കാത്തിരിക്കുമ്പോ അടിച്ച് തകർത്ത് ചോരയിൽ കുളിച്ച മക്കളുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന രാജ്യമായി മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ, മൗലാന ആസാദിന്റെ, ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ഇന്ത്യ മാറിക്കൂടാ. അതിനാവശ്യമായിട്ടുള്ള അംബേദ്കറിന്റെ ഇന്ത്യ, ഒരു പുതിയ പടയണി, ഒരു പുതിയ രാഷ്ട്രീയ വിവേകം, ഒരു പുതിയ രാഷ്ട്രീയ ദിശാബോധം അത് ഉണർന്നു വരേണ്ടിയിരിക്കുന്നു. എല്ലാ സന്ധ്യകളും അവസാനിക്കുന്നത് പുതിയ ഒരു സൂര്യനെ കാത്തിരുന്നുകൊണ്ടാണ്. കോഴിക്കോട്ട് കടപ്പുറത്ത് ഇന്ന് വൈകുന്നേരത്തെ സന്ധ്യ അസ്തമിക്കുന്നത് ഇന്ത്യയിൽ പുതിയ ഒരു രാഷ്ട്രീയ സൂര്യന്റെ ഉദയം കണ്ടുകൊണ്ടാണ്. അതിനായി സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും.